അപ്പോൾ എന്താണ് ഒരു ഓർത്തോഗണൽ ബേസിസ്? എ ബേസിസ് ഫോർ എ വെക്റ്റർ സ്പേസ് ഈസ് സെറ്റ് ടു ബി ആൻ ഓർത്തോഗണൽ ബേസിസ് ഇഫ് ദ വെക്റ്റേഴ്സ് ഇൻ ദ ബേസിസ് ആർ മ്യൂച്വലി ഓർത്തോഗണൽ. അല്ലേ? അതായത് നമുക്കൊരു ബേസിസ് ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു ബേസിസ് ഉണ്ട്. അതിലിപ്പോൾ എലമെൻസ് ആണ് ഞാൻ സപ്പോസ് A1 A2 എക്സെട്ര AN എങ്ങനെ എടുക്കാം ജസ്റ്റ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് എലമെൻസ് ഉള്ള ഒരു ബേസിസ് ആണിത്. അപ്പോൾ ഈ ബേസിസിലെ എലമെൻസ് ഒക്കെ പരസ്പരം എന്താവണം? മ്യൂച്വലി ഓർത്തോഗണൽ ആവണം. അങ്ങനെയാണെങ്കിൽ ആ ബേസിസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഓർത്തോഗണൽ ബേസിസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ അതായത് A1 ഇൻറ്റു A2 അല്ലേ, അതായത് തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരണം? 0 വരണം. രണ്ടും ഡിഫറെൻറ്റ് എലമെൻ്റ് ആണ് കേട്ടോ. ദെൻ A2 ഇൻറ്റു A3 ഈസ് ഈക്വൽ ടു 0. അങ്ങനെ ഇതിലുള്ള ഓരോ എലമെൻസും ഏത് എലമെൻസ് ആയിക്കോട്ടെ, A1 ഇൻറ്റു AN A1 ഇൻറ്റു A2 അല്ലേ, അങ്ങനെ നമുക്കറിയാം സെയിം രണ്ട് സെയിം നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്താൽ 1 വരും അല്ലേ. ഡിഫറെൻറ്റ് തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്താൽ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ രണ്ട് വെക്റ്റേഴ്സ് എടുത്തിട്ട് അതിൽ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 0 ആയിക്കൊണ്ടിരിക്കുക, അതായത് ഓർത്തോഗണൽ ആവുക അല്ലേ. അപ്പോൾ ആ ഓർത്തോഗണൽ ഇതിൽ ഈ ഒരു ബേസിസിലുള്ള ഏത് എലമെൻറ്റ്സ് എടുത്തിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലും അല്ലേ, അതായത് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരാം? 0 കിട്ടുക. അപ്പോൾ അത്തരത്തിലുള്ള ബേസിസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഓർത്തോഗണൽ ബേസിസ്. ദാറ്റ് ഈസ് മ്യൂച്വലി ഓർത്തോഗണൽ ആണെന്നുണ്ടെങ്കിൽ ഓർത്തോഗണൽ ബേസിസ് ആയിരിക്കും. ഇനി ഓർത്തോനോർമൽ ഉണ്ട്, ഓർത്തോനോർമൽ ബേസിസ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ മാറരുത്. ഓർത്തോഗണൽ ആണെന്നുണ്ടെങ്കിൽ അതിൽ എല്ലാ എലമെൻസും എന്തായിരിക്കും? മ്യൂച്വലി ഓർത്തോഗണൽ ആയിരിക്കും. ഓക്കെ, ഓർത്തോനോർമൽ ബേസിസ് ആണെന്നുണ്ടെങ്കിൽ സെയിം ഈ ഒരു കണ്ടീഷൻ ഉണ്ട്, അതായത് മ്യൂച്വലി ഓർത്തോഗണൽ ആവും വേണം. അതുപോലെ തന്നെ ഓർത്തോനോർമൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? മ്യൂച്വലി ആ ബേസിസിലുള്ള എലമെൻറ്റ്സ് എല്ലാം മ്യൂച്വലി ഓർത്തോഗണൽ ആവണം. കൂടെ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്, പ്ലസ് എന്തും കൂടെ ആണ്, ദെയർ നോം ഈസ് 1. ഓക്കെ, their norm is 1. they are unit vectors. their norm is 1. അതായത് ആ ബേസിസ് എസ് എന്നുള്ള അല്ലെങ്കിൽ ബി എന്നുള്ള ബേസിസിലുള്ള എലമെൻറ്റ്സ് അല്ലേ, A1 A2 എക്സെട്ര AN എന്ന് പറയുന്ന ഈ ഒരു എലമെൻറ്റ്സ് ഇതെന്താവണം? പരസ്പരം മ്യൂച്വലി ഓർത്തോഗണൽ ആവും വേണം. ഈ ഓരോ എലമെൻറ്റിൻ്റെ നോം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടണം. അതായത് നോം ഓഫ് A1 ഇസ് ഈക്വൽ ടു 1 ആവണം, നോം ഓഫ് A2 ഇസ് ഈക്വൽ ടു 1 ആവണം, എക്സെട്ര നോം ഓഫ് AN ഇസ് ഈക്വൽ ടു എന്താവണം? 1 ആവണം. അങ്ങനെ ഓരോ എലമെൻറ്റ്സിൻ്റെയും നോം 1 ആവുകയും കൂടാതെ അത് ഓർത്തോഗണൽ എന്നുള്ള ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഓർത്തോനോർമൽ ബേസിസ് എന്ന് വിളിക്കാം. ഓർത്തോഗണൽ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓർത്തോഗണലിൻ്റെ കണ്ടീഷൻ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. അപ്പോൾ ഇനി ഇത് തമ്മിൽ മാറിപ്പോകരുത്. ഓർത്തോനോർമൽ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും എന്താവണം? അതിലെ ഓരോ എലമെൻസിൻ്റെയും ലെങ്ത്ത് അല്ലെ, അതായത് മാഗ്നിറ്റ്യൂഡ് നോം എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഓക്കെ, നമുക്കൊരു തിയറം നോക്കാം. തിയറം നോക്ക്. കോർഡിനേറ്റ് റിലേറ്റ് ടു ആൻ ഓർത്തോനോർമൽ ബേസിസ്, അതാണ് തിയറത്തിൻ്റെ പേര് കേട്ടോ. സപ്പോസ് ബി ഇസ് ഈക്വൽ ടു W1 W2 എക്സെട്ര WN ഈസ് ആൻ ഓർത്തോനോർമൽ ബേസിസ് ഫോർ R raised to n. If U is any vector in R raised to n, then U is equal to U dot W1 into W1 plus U dot W2 into W2 plus etc plus U dot WN into WN. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ബി എന്നുള്ളത് എന്താ പറഞ്ഞിട്ടുണ്ട്? ഇങ്ങനെ ഒരു ബേസിസ് ആണ് അല്ലേ. അതെന്താണ്? ഓർത്തോനോർമൽ ബേസിസ് ആണ്. R raised to n എന്നുള്ള വെക്റ്റർ സ്പേസിൻ്റെ ഓർത്തോനോർമൽ ബേസിസ് ആണ്. R raised to n ആവുകൊണ്ട് തന്നെ അതിലുള്ള എലമെൻസിൻ്റെ ഫോം ഇങ്ങനെ ആയിരിക്കും, n ഉണ്ടായിരിക്കും അല്ലേ. ആ ബേസിസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? ഓർത്തോനോർമൽ ബേസിസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ എത്രയായിരിക്കും? നിങ്ങൾ പറഞ്ഞ ബേസിസിലുള്ള എലമെൻറ്റ്സ് ഡയമെൻഷൻ ഒന്നും ചോദിച്ചിട്ടില്ല, എന്നാലും പറയും ഇതിൽ ഡയമെൻഷൻ്റെ എണ്ണം എത്രയായിരിക്കും? W1 W2 എക്സെട്ര. അതിൽ ബേസിസിലെ എലമെൻറ്റ്സിൽ ഇതിലെ ബേസിസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? n അല്ലേ. അതുകൊണ്ട് ഡയമെൻഷൻ ഓഫ് R raised to n എന്തായിരിക്കും? n ആയിരിക്കും. ഓക്കെ, ഇവിടെ ബി എന്നുള്ളത് ഓർത്തോനോർമൽ ബേസിസ് ആണെന്നുണ്ട്. ബി എന്താണ്? ബി ഈസ് ഓർത്തോനോർമൽ ആണെന്നുണ്ടെങ്കിൽ എന്താ കണ്ടീഷൻ? അതിൽ രണ്ട് എലമെൻറ്റ്സ് ഏത് എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാലും അതായത് WI ഡോട്ട് WJ എന്ന് എഴുതാം നമുക്ക്. ഓക്കെ, ഇത് ഈക്വൽ ടു 0 ആയിരിക്കും. I നോട്ട് ഈക്വൽ ടു J എന്ന് കൊടുക്കാം. WI ഇത് 1 2 2 3 അങ്ങനെ ഫോമിലാവും അല്ലേ. അതായത് സെയിം ആവില്ല എന്നുള്ള മീനിങ്ങിലാണ് ഇങ്ങനെ ഞാൻ എഴുതിയിട്ടുള്ളത് കേട്ടോ. അതായത് W1 ഇൻറ്റു W2 W2 ഇൻറ്റു W3 അങ്ങനെ പോകും. അപ്പോൾ WI ഇൻറ്റു WJ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 0 ആയിരിക്കും. ആൻഡ് നോം WI അല്ലേ, ഓരോ ഇതെടുത്തു കഴിഞ്ഞാലും ഓരോ എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാലും എന്തുവരും? ഈക്വൽ ടു 1 ആവും അല്ലേ. ഓരോ എലമെൻറ്റ്സുകളുടെയും നോം എന്താണ്? 1 ആണ്. അതുപോലെ തന്നെ ഈ രണ്ട് കണ്ടീഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓർത്തോനോർമൽ ബേസിസ് ആണ് പറയില്ലേ. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ബി ഓർത്തോനോർമൽ ബേസിസ് ആണ്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? യു എന്നുള്ളത് ഒരു വെക്ടറാണ്, R raised to n-ലുള്ള വെക്ടറാണ്. ഓക്കെ, R raised to n-ലുള്ള ഒരു വെക്ടറാണ് യു. അങ്ങനെയാണെങ്കിൽ യുവിനെ നമുക്ക് ഈ ഫോമിൽ എഴുതാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് യു എന്താണെന്നുള്ളത് യു ബിലോങ്സ് ടു R raised to n ആണ് അല്ലേ.
സിൻസ് ബി എന്താണ്, ബി എന്നുള്ളത് ബേസിസ് ആണ് അല്ലേ. സിൻസ് ബി ഈസ് എ ബേസിസ്, അതായത് ബി എന്താണ്, ബി ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് സ്പാൻ ഓഫ് ബി അല്ലേ. ബീൻ്റെ സ്പാൻ എന്താണ്, r⁻n ആണ് അല്ലേ. ഇത് നമുക്കറിയുന്ന കാര്യമാണ്. അത് നമുക്ക് ബി ബേസിസ് ആണെന്ന് കിട്ടിയെന്ന്, ബി ബേസിസ് ആണ് തന്നത് നമ്മൾ എഴുതിയതാണ്. അതുപോലെ തന്നെ ബി ഓർത്തോനോർമലും ആണ് തന്നിട്ടുണ്ട്. ഓർത്തോനോർമലിന് ഈ കണ്ടീഷനും കിട്ടി, ബേസിസ് ആണെന്നുള്ളത് ഈ ഒരു കണ്ടീഷനും എഴുതാം. ഓക്കെ, അപ്പോൾ സ്പാൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു r⁻n ആണ് അല്ലേ. ഇതിൻ്റെ മീനിങ് എന്താണ്, r⁻nലുള്ള ഏത് എലമെൻറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിനെ നമുക്ക് ബിയിലുള്ള എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ r⁻n ഒരു എലമെൻ്റ് അല്ലേ യു വരുന്നത്. അപ്പോൾ യുവിനെ നമുക്ക് എങ്ങനെ എഴുതാം, യു ഈസ് ഈക്വൽ ടു W1 അല്ലേ, അതായത് ബേസിസിലുള്ള എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, സം K1, ഞാൻ കുറച്ച് സ്കേലാസ് എടുക്കുകയാണ്, K1 K2 എക്സെട്ര Kn എന്നുള്ള കുറച്ച് സ്കേലാസ് എടുത്തു. അതായത് K1 ഇൻറ്റു W1 പ്ലസ് K2 ഇൻറ്റു W2 പ്ലസ് എക്സെട്ര പ്ലസ് Kn ഇൻറ്റു Wn എഴുതാം. ഓക്കെ, അതായത് W1 W2 എക്സെട്ര Wn എന്നുള്ള ആ ബേസിസിലെ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി നമുക്ക് എന്തെഴുതാം, യു എന്ന് തന്നെ എഴുതാം. കാരണം യു എന്താണ്, യു എന്നുള്ളത് r⁻n എലമെൻ്റാണ്. അതാണ് ഈ മീനിങ് അല്ലേ. സ്പാൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു r⁻n എന്നാണ് എന്താണ്, r⁻n ഏതൊരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും r⁻n ഒരു എലമെൻ്റാണ് നമ്മൾ യു എടുത്തു, യുവിനെ നമുക്ക് എന്തെഴുതാൻ പറ്റും, ലീനിയർ കോമ്പിനേഷൻ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി അല്ലേ. ബിയിലെ ഈ ഒരു സെറ്റ് എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റും. അതായത് K1 W1 ഇങ്ങനെ കുറച്ച് സ്കേലാസ് എടുത്ത് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഞാനിവിടെ യുവിനെ ഒരു WI കൊണ്ട് മൾട്ടിപ്ലൈ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് യു ഇൻറ്റു WI ഈക്വൽ ടു, അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഇതിനെ കംപ്ലീറ്റ് അല്ലേ, ഈ നമ്മൾ എഴുതിയിട്ടുള്ള ഇതിനെ കംപ്ലീറ്റ് എന്ത് ചെയ്യണം, ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിനെ കംപ്ലീറ്റ് നമ്മൾ യു എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ. അപ്പോൾ എന്തെഴുതാം, K1 W1 പ്ലസ് K2 W2 പ്ലസ് എക്സെട്ര പ്ലസ് Kn Wn ഡോട്ട് എന്താണ്, WI അല്ലേ. കാരണം ഞാൻ യു ഡോട്ട് WI എന്ന് എഴുതിയിട്ടില്ല, യു എന്ന് പറഞ്ഞാൽ ഇതാണ്, ഡോട്ട് WI എന്ന് എഴുതി. ഓക്കെ, ഈക്വൽ ടു ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, ഓരോന്നിനെയും WI കൊണ്ട് നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് വരും, K1 ഇൻറ്റു W1 ഇൻറ്റു WI അല്ലേ. W1 ഇതിനെ K1 ഇതിനെ ഇതുകൊണ്ട് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്തു, പ്ലസ് അടുത്തതിന് എന്ത് എഴുതാം, K2 ഇൻറ്റു അല്ലേ W2 ഡോട്ട് WI പ്ലസ് എക്സെട്ര പ്ലസ് നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ ഒരു KI വരുന്ന ഒരു ടേം എന്തായാലും ഉണ്ടാവില്ലേ, ഇതിൻ്റെ നടുക്കുണ്ടായിരിക്കും അല്ലേ. KI അവിടെ എന്തായിരിക്കും വരുന്നത്, K1 K2 എക്സെട്ര KI ഉണ്ടായിരിക്കും. WI ആയിരിക്കും അവിടെ വരുന്ന ടേം. അതിനെ നമ്മൾ എന്തുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, WI കൊണ്ട് തന്നെയല്ലേ അല്ലേ. പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റത്തെ ടേം എന്തായിരിക്കും, Kn ഔട്ട് സൈഡ് എടുത്തിട്ട് Wn ഇൻറ്റു WI എന്ന് എഴുതാം അല്ലേ. ഇത്രയും വരും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ. ദെൻ നമുക്ക് ഈക്വൽ ടു ഇതെന്താ വരുന്നത്, നമ്മൾ പറഞ്ഞിരുന്നു ബി എന്നുള്ളത് എന്താണ്, ഓർത്തോ നോർമൽ ബേസിസ് ആണ്. അതായത് ഇത് തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഡിഫറെൻറ്റ് എലമെൻ്റ് ആണല്ലേ. ഇവിടെ 1ഉം IU ആണ് വരുന്നത്. അപ്പോൾ ഇത് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയി പോകും, ഇതും 0 ആയി പോകും, എല്ലാം 0 ആയി പോകും. ബാക്കി എന്താ ഉണ്ടാവുള്ളൂ, ഇത് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഇത് രണ്ടും സെയിം എലമെൻ്റ് ആണ് അല്ലേ, WI എന്ന് പറയുന്നത്. അപ്പോൾ സെയിം എലമെൻ്റ് ആവുകൊണ്ട് അത് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്താൽ 1 ആയിരിക്കും. ദാറ്റ് ഈസ് KI എന്നായിരിക്കും ഇത് വരുന്നത്. ദാറ്റ് ഈസ് യു ഇൻറ്റു WI ഈസ് ഈക്വൽ ടു KI എന്ന് എഴുതാം. അതായത് ഇത് നമുക്ക് ജനറലി എങ്ങനെ എഴുതാം, ഇത് ജനറലി എഴുതിയാണ് അല്ലേ. യു ഡോട്ട് W1 എന്തായിരിക്കും, അപ്പോൾ K1 ആയിരിക്കും. യു ഡോട്ട് W2 എന്തായിരിക്കും, അപ്പോൾ K2 ആയിരിക്കും അല്ലേ. WI എന്ന് പറഞ്ഞാൽ KI ആണ്, W1 K1 ആയിരിക്കും, W2 K2 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് 1ൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, 1 ഇംപ്ലൈസ് 1 എന്താണ് വരുന്നത്, ഇപ്പോൾ എന്ത് വരും, യു ഈസ് ഈക്വൽ ടു, യു എന്തായിട്ടാണ് മാറുക, യു ഈസ് ഈക്വൽ ടു, ഇപ്പോൾ യു നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെയാണ്, യു ഈസ് ഈക്വൽ ടു K1 W1 പ്ലസ് K2 W2 പ്ലസ് എക്സെട്ര പ്ലസ് Kn Wn എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഒരു K1ൻ്റെ പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഈക്വൽ ടു ഇങ്ങനെ എഴുതാം, യു ഇൻറ്റു W1 എഴുതാം അല്ലേ. യു ഡോട്ട് W1 എഴുതാം, ഇൻറ്റു K1 എന്നുള്ളടത്ത് അത് കൊടുക്കും, ഇൻറ്റു W1 പ്ലസ് K2 എന്നുള്ളടത്ത് എന്ത് എഴുതാം, യു ഡോട്ട് W2 ഇൻറ്റു W2 പ്ലസ് എക്സെട്ര പ്ലസ് ഇതിൽ ലാസ്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം, പ്ലസ് Knൻ്റെ പ്ലേസിൽ എന്ത് എഴുതാം, Kn ഇവിടുന്ന് എന്ത് എഴുതാം, നമുക്ക് Kn എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, യു ഡോട്ട് Wn ഇസ് ഈക്വൽ ടു Kn ആയിരിക്കും അല്ലേ. അപ്പോൾ Knൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം, യു ഡോട്ട് Wn ഇൻറ്റു Wn എഴുതാം. ഓക്കെ, അതിവിടെ അപ്ലൈ ചെയ്ത് ഇക്വേഷൻ നമ്പർ 1ൽ നമ്മൾ K1ൻ്റെയും K2ൻ്റെയും എക്സെട്ര Knൻ്റെയും പ്ലേസിൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, യു ഇസ് ഈക്വൽ ടു യു ഡോട്ട് W1 ഇൻറ്റു W1. അത് തന്നെയല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. യു ഇസ് ഈക്വൽ ടു യു ഡോട്ട് W1 ഇൻറ്റു W1 പ്ലസ് യു ഡോട്ട് W2 പ്ലസ് W2 പ്ലസ് എക്സെട്ര പ്ലസ് യു ഡോട്ട് Wn ഇൻറ്റു Wn. അപ്പോൾ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ,
ഇതാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ എടുത്തത്, നമുക്ക് തന്നിരുന്നതിൽ അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ആദ്യം നമുക്ക് ബി എന്നുള്ളത് ഓർത്തോ നോർമൽ ബേസിസ് ആണെന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നിരുന്നു. അതിൽ നിന്നാണ് നമ്മളെല്ലാം ചെയ്തത് അല്ലേ. ബി എന്നുള്ളത് ബേസിസ് ആണെന്നുള്ളതും അതുപോലെ തന്നെ ഓർത്തോ നോർമൽ ആണെന്നുള്ളതും ഈ രണ്ട് കണ്ടീഷനിൽ നിന്ന് നമുക്ക് എന്തെഴുതി, ഓർത്തോ നോർമൽ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ഉണ്ട് എന്നും അതുപോലെ തന്നെ ബേസിസ് ആണെന്നുണ്ടെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, സ്പാൻ ചെയ്യും. അതൊന്ന് രണ്ടൊന്നും കൂടെ നമുക്ക് യുവിനെ ഈ ഫോമിൽ എഴുതാൻ പറ്റും എന്നുള്ളത് കിട്ടി. ദെൻ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഒരു WI, ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ഒരു WI കൊണ്ട് നമ്മൾ രണ്ട് ഭാഗത്തും ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യണം, ഒരു വ്യത്യാസം വരുന്നില്ല. ദെൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കിട്ടുന്ന കെൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വെക്റ്റർ സ്പേസും ഓർത്തോ നോർമൽ ബേസിസും അതുപോലെ തന്നെ ഓർത്തോഗണൽ ബേസിസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്.